ഏതാണ് ഒരു മഞ്ഞ ആപ്സാരി പടക്കോണെന്നാ തോന്നാ കേട്ടാ. മുട്ടി നോക്കാം. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണേ? ബസ്സിനകത്ത് നിക്ക. മണി 11:30 ഇവിടുന്ന് ലാസ്റ്റ് ബസ്സും പോയി കഴിഞ്ഞു. രാവിലത്തെ ഫസ്റ്റ് ബസ് കിട്ടിയാലും മതിയായിരുന്നു. ഇവിടെ ലോഡ്ജ് വല്ലതുണ്ട്? ഇവിടെ ശ്രീകൃഷ്ണൻ അതിപ്പോ ഇന്ന് മുടക്കാണ്. അതെന്താ? അതിന്റെ മുതലാളി മരിച്ചുപോയി. ഞാനിപ്പോ കണ്ടതാണല്ലോ. അത് ഓണർ അല്ലടാ മണ്ട. ശരിയാട്ടാ. നിനക്ക് ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു കൂടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാനേറ്റ്. എന്റെ വീടത്തെ തൊട്ടടുത്താ. ചേട്ടന്റെ വീട്ടില് അസൗകര്യം വല്ലതും? ഒരു അസൗകര്യം ഇല്ല. ഞാൻ ബാച്ചിലർ അല്ലേ, പിന്നെ അറ്റാച്ചഡ് മാത്രമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ ആളുകള് വളരെ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളാ ഈ ഞാൻ കൂടി ഉള്ളപ്പോളാ. എന്നാ പിന്നെ അത് കണ്ടിട്ടുള്ള കാര്യം. നീ ധൈര്യമായിട്ട് വാ. ഇന്ന് എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് പോവാ. എന്താ ഗണേശ, നീ വിട്ടോ. ഞാനിവളെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ വരാം. ചേട്ടാ പോലെ പുലിവാലായാല. എന്ത് പുലിവാലി? ഞാൻ അവളെ കെട്ടാൻ പോണൊന്നുമില്ല. അതല്ല, കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവളെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയണെന്ന്. എന്നിട്ട് എനിക്ക് വായിക്കാൻ പറ്റണില്ല. നീ സ്കൂളിൽ പോയിട്ടില്ല? എന്നാ ഞാനും വരട്ടെ. അയ്യടാ, മുട്ടേന്ന് വിളിഞ്ഞിട്ടില്ല. എനിക്ക് പ്രായമൊക്കെ ആയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. എന്റെ കാര്യം പറയണം കേട്ടോ. കുളിച്ചിട്ട് വരാട്ടാ. ആ വണ്ടിയുടെ പുറകിലേക്ക് കയറിക്കോ. ആ ശരി, ഓക്കെ. നീ ഇവിടെ എന്തിനു വന്നതാ? ഉത്സവത്തിന് വന്നതാ. എന്താ നിന്റെ പേര്? സുഹാസിനി. ആഹാ, നല്ല പേര്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനും ചേട്ടനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ഉത്സവത്തിന് ഒരു സാരി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏത് നിറമാണ് നിനക്ക് ഇഷ്ടം? വെള്ള. എനിക്കും. ചില സിനിമയിലൊക്കെ വെള്ള സാരിയെ കൊടുത്ത് ചില പ്രേതങ്ങൾ വരുന്നത് കാണാൻ എന്ത് രസമെന്നാ. വെള്ള സാരിയെ കൊടുത്ത് മുല്ലപ്പൊക്കെ ചൂടി വന്നാ നിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കല്യാണം കഴിക്കാൻ തോന്നും. സമയം കളയണ്ട, വേഗം പോ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരുമില്ല. ഇതെന്താ നിന്റെ മുല്ലപ്പൂവിന് ഒരു പാലപ്പൂവിന് വേണം? എന്ത് പേടിക്കണ്ട, ഇവിടെ പട്ടികളൊന്നുമില്ല. പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല, പട്ടികളുടെ ബഹളം. പേടിക്കണ്ട, വാ. ഇവിടെ പാലും പഴമൊന്നുമില്ല. ഒരു പൈൻ്റ് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഇനി വാതിലടച്ചത് വേണ്ട. സന്തോഷമായോ? ചേട്ടാ, എനിക്കിതൊന്നും പരിചയമില്ല. ഞാനും ഫസ്റ്റ് ടൈമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എനിക്ക് നാണാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ണടക്കാം. ഇങ്ങനെ ഞാൻ പറയുന്നത് വരെ തുറക്കരുത്. അധികം സമയം കളയേണ്ടി വരില്ല. ഞാൻ കണ്ണു തുറക്കൂല. ഈ ബട്ടൺ സഹിക്കാനും പറ്റണല്ലോ. ചേട്ടൻ സുന്ദരനാണല്ലോ. വരുന്ന ഞാൻ. നീ അങ്ങ് ക്ഷീണിച്ച് എല്ലാം തോലും ആയി പോയല്ലോടി. നിന്നെ ഞാൻ ഒന്ന് തടി വെപ്പിച്ച് എടുക്കും. എന്താ കഴിഞ്ഞ
എന്നാ ഞാൻ കേട്ടെ ആ. ആശാനെ വേർതിരിക്കണത് ഫാനില്ലല്ലോ. എനിക്ക് ഫാനൊന്നും വേണ്ട. അതല്ലേ ആശാനെ കാശ് വല്ലതും കൊടുക്കണം. ഫ്രീ. അയ്യോ ഫ്രീ ആണോ? അയ്യോ എന്നാ ആശാൻ ഇപ്പൊ വരണ്ട, രാവിലെ വന്നാ മതി. ഇങ്ങനെ കലക്കും. ചുപ്ര ഈ സമയത്ത് എന്നോട് വരാൻ പറഞ്ഞത്? എല്ലാവരും നമ്മുടെ കാര്യം അറിഞ്ഞു. എനിക്ക് പേടിയാവുക. ഞാൻ എവിടെ വേണേലും വരാം, നമുക്ക് എങ്ങോട്ട് വേണേലും പോവാം. നീ എന്താ കല്ലുപോലെ ഇരിക്കുന്നേ? സ്വാമി, സ്വാമി ഇവിടെ. നിന്റെ ഓരോ ചലനങ്ങളും നാം ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടി. എന്റെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് നീ. സ്വാമി എന്നെ ഉപദ്രവിക്കരുത്. നിന്നെ എനിക്ക് വേണം. ആഗ്രഹങ്ങൾ ബാക്കി വെക്കുന്നത് ഈ സ്വാമിക്ക് ഇഷ്ടമല്ല. സ്വാമി എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പോവാ. ചൂളയുടെ അവിടെ വരാന്നാ പറഞ്ഞേക്കണേ. ശ്രീകുട്ടി ഇപ്പൊ വരും, നമുക്കിവിടെ കാത്തിരിക്കാം. മുണ്ടല്ലേ മുണ്ടല്ലേ. സത്യമായിട്ട് ഞാൻ പറഞ്ഞതാടാ, ശ്രീകുട്ടി വരും. വരാതിരിക്കണ പൊട്ട ഓട്ടക്കലൊന്നും പറഞ്ഞതാടാ. നിന്റെ അച്ഛൻ വരണ്ട്. ഓടിക്കോടാ ഓടിക്കോടാ. ഈശ്വരനല്ലോ ഈശ്വര ചിന്തയിതൊന്നേ മനുഷ്യനു മരണം ഈ ഉലകിൽ. മരണം ശരിയാ. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ മരണം. സൽപ്രവർത്തി ചെയ്തിടൂ, ശത്രുവിനെ സ്നേഹിക്കടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് പിശാചിനെ വേണമെങ്കിലും സ്നേഹിക്കാം. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത്. അല്ല അത് പോട്ടെ, നീ ഇപ്പൊ എങ്ങോട്ടാ? ഞാൻ മൂപ്പനെ കൊടന്നാക്കാൻ. എടാ എനിക്ക് ആരുടെയും സഹായം വേണ്ട. അമ്മയുടെ വയറ്റിൽ നിന്ന് പോന്നപ്പോ ഞാൻ ഒറ്റയ്ക്കാ പോന്നത്. പോകുമ്പോ ആരും കൂട്ടിനുണ്ടാവില്ല, ഒറ്റയ്ക്ക് തന്നെ പോണം. അങ്ങനെയാണെങ്കിലേ ഒറ്റയ്ക്ക് അങ്ങനെ പോക്കോ, ഞാൻ പോണു. ഈശ്വര ചിന്തയിതൊന്നേ മനുജനു മരണം ഈ ഉലകിൽ. എത്ര നേരാന്ന് വെച്ചാ കാത്തിരിക്ക? രാഹുകാലം എടുക്കാറായി. അതിനുമുമ്പ് ചൂടൊക്കെ തിരുവോളുത്തണം. മൂപ്പം പറഞ്ഞ വാക്ക് തെറ്റിക്കാറില്ല. ഇവിടെ ഇറക്ക. നീ അച്ഛനെ തല്ലി ഓടിച്ചാ? എന്താ വല്ലപ്പെട്ട ഇങ്ങനെയൊക്കെ പറയണേ? അച്ഛനും മോനും തമ്മിലുള്ള ബന്ധത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചൂളൊക്കെ തിരുവോളുത്താൻ പറ്റാത്ത ദേഷ്യവനുണ്ട്. എന്റെ തൂപ്പറിനെ കുറിച്ച് അനാവശ്യമൊന്നും പറയരുത്, അവനൊരു പാവാ. ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞില്ല, ഉള്ള കാര്യമല്ലോ പറഞ്ഞു. സ്വാമി വന്നിരുന്നെങ്കിൽ
എന്തെങ്കിലും പരിഹാരം കാണായിരുന്നു. ഓം ഭഗവാൻ. ഒരു ദുരൂഹത നാം മുന്നിൽ കാണുന്നു. ചൂളയ്ക്ക് തിരികൊളുത്താൻ ഇനിയും വൈകുന്നതെന്തേ? തിരികൊളുത്തേണ്ടത് മൂപ്പനാ. മൂപ്പൻ ഇതുവരെ വന്നിട്ടില്ല. ഏറെ പുലർന്ന പിന്നെ കരെ കണ്ടിട്ടില്ല. ഓം ഭഗവാൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ജഡികമാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ശക്തി പകരൂ, അടയാളം നൽകൂ. ഇവിടം പിളർന്നാൽ സത്യം കണ്ടെത്തും. സ്വന്തം അച്ഛനെ കൊന്നിട്ട് നാടകം കളിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? ഓം ഭഗവാൻ. ആ ചെറുക്കന്റെ കരച്ചിൽ ഇപ്പോഴും കണ്ണീന്ന് മാഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അവനായിരിക്കും മൂപ്പനെ കൊന്നതെന്ന്. എനിക്കും സംശയമുണ്ട്. സ്വന്തം അച്ഛനെ കൊല്ലാനും മാത്രം അവൻ അത്രയ്ക്ക് ദുഷ്ടനല്ല. ചുപ്രം പാവാ, വെറും പാവം. എനിക്കറിയാം ചുപ്രനെ. ഇനി ആ സ്വാമി ആയിരിക്കുമോ ഇതിന്റെ പുറകിൽ? സ്വാമി ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ? സ്വാമി അത് ചെയ്യുവോ? അല്ലെങ്കിൽ പോലീസ് പരാതി കൊടുക്കരുതെന്ന് പിന്നെ എന്തിനാ പറഞ്ഞേ? വല്ലവേട്ടൻ പറഞ്ഞാണ് ശരി.